ഹാൻലെ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ്. പീസ്ഫുളിന് പേര് കേട്ട വില്ലേജാണ് ഹാൻലെ. മിഥില ട്രിപ്പോടുകൂടി വണ്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോഴും ഹാൻലെയിലാണ് നമ്മുടെ സ്റ്റേ. ഹാൻലെ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആണെങ്കിലും അത്ര വലിയ വില്ലേജ് ഒന്നും അല്ല. ഇന്ത്യയിലെ റിമോട്ട് വില്ലേജുകൾ എടുത്താൽ അതിൽ ഹാൻലെ ആയിരിക്കും ആദ്യത്തേത്. എന്തിന്, നിങ്ങൾക്കെല്ലാം അറിയാലോ, ഇവിടെ ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ല. കേടായ വണ്ടിയുമായി ഇതേ വില്ലേജിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനും അതിന് എത്ര രൂപ ചെലവാവും എന്ന ചോദ്യത്തിനും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കും. ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ നമ്മുടെ മിഥില ട്രിപ്പിൽ എന്താ പറയുക, ഫുൾ ഡാർക്ക് സീനായി. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 വണ്ടിയിൽ എന്താ തലയൊക്കെ ഒരുമാതിരി ആയില്ലേ. മിഥില കയറി വണ്ടി എന്താ പറയുക, ഇന്നലെ തന്നെ ടോ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. ഇവിടെ ആർമിക്കാരുള്ളതുകൊണ്ട് ഇതേ ഇപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീസ്റ്റോമും ഓക്കെയാണ്, നിലവിൽ ഓക്കെയാണ്. ഇൻ്റർസെപ്റ്റർ പോയി. ഇൻ്റർസെപ്റ്ററിൻ്റെ ഇത് ഒരു 4000 RPM മാത്രമേ കയറുന്നുള്ളൂ, പിന്നെ ഒരു 40 വരെ സ്പീഡ് കയറുന്നുള്ളൂ. ഡൊമിനോർ ഓക്കെയാണ്. പിന്നെ നമ്മുടെ എക്സ്പൾസ് കംപ്ലീറ്റ് ക്ലച്ച് പ്ലേറ്റ് പൊട്ടി പോയി. ഇനിയിപ്പോൾ വണ്ടി മൂവ് ആവില്ല. എക്സ്പൾസ് അല്ല, ഇതെന്താ ഇമ്പൾസ് അല്ലേ. ഇമ്പൾസിൻ്റെ അവസ്ഥ ഏകദേശം അത് തന്നെയാണ്, ഒരു 30 വരെ പൊങ്ങും. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ വണ്ടി എങ്ങനെയെങ്കിലും ലേ എത്തിച്ചിട്ട് ലേയിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി കയറ്റി വിടാന്നുള്ള പ്ലാനാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 5 വണ്ടിയിൽ 3 വണ്ടി കംപ്ലൈൻ്റ് ആണ്. സോ നേരാക്കാനുള്ള വഴിയും ഇവിടെ ഇല്ല. നമ്മളൊരു വണ്ടി നോക്കാൻ പോയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ കേടായ എക്സ്പൾസും ഇമ്പൾസും ഇൻ്റർസെപ്റ്ററും കൊണ്ടുപോകാൻ വന്നു കേട്ടോ. വണ്ടി എത്തി. ഇനിയിപ്പോൾ ലേ വരെ ഇത് കയറ്റിക്കൊണ്ട് പോകാനേ വഴിയുള്ളൂ, വഴിയില്ല. ഏതിനു മേലെ വണ്ടി എങ്ങനെ ഇതിന്റെ മേലെ കയറ്റുന്നത്? വർക്ക്ഷോപ്പോ കാര്യങ്ങളോ വേണ്ട ഒരു മെക്കാനിക്കോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ വണ്ടി എങ്ങനെയും ലേ ടൗണിലേക്ക് എത്തിക്കുക എന്നതാണ് ആദ്യത്തെ കടമ്പ. അതിന് നമുക്കൊരു പിക്കപ്പ് വാന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരെ സമീപിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ വണ്ടി അറേഞ്ച് ആയത്. കുറേ ബാർഗെയിൻ ചെയ്തു. ലഡാക്ക് ട്രിപ്പിൽ ഇങ്ങനെ വണ്ടി കേടായി നിൽക്കുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി കേടായ വണ്ടികളെ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്, എത്ര രൂപയാവുന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താക്കത്വർ ഏറാ, താക്കത്വർ പോ, താക്കത്വർ പോ. എടാ ഞാൻ വീഡിയോ എടുക്കും. അത് പറഞ്ഞില്ലേ. भाई क्लच मारना, क्लच भाई, क्लच क्लच इसको सुनना नहीं। कीर पे है ना गाड़ी। सो स्टैंडर्ड ये सामने इंडस्ट्री അവന്റെ വണ്ടി ഈസി ആയിട്ട് പോകും. അവന്റെ വണ്ടി കുറച്ച് അത്രേ ഉള്ളൂ. ഉങ്ങട് कैमरा पकड़ो. उठाओ आगे से इंगड़ा करो. ऐसा करना है. फ्रंट nakachine
ഈ വണ്ടി മറ്റൊരു കയറ്റിക്കോ, അങ്ങനെ ചെയ്യാം. ഈ വണ്ടി മാക്സിമം ഒരു കയറ്റി. बाइक सेल, बाइक सेल. अच्छा ऊटिया. उधर इसके बीच में कुछ डालेगा. हाँ. अभी पहले उसको लोड करने दो. एक पहले रखना था. आइए लोड इधर रखना. हमें नहीं चाहिए. स्टैंडर्ड इस. ऐसे करना नीचे. ബുസു ബുസു എന്തൊക്കെ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നുണ്ടോ? अब सीट വെച്ചിട്ട് ഇതാക്കിയാ മതിയോ? ഇതിൽ ഞാൻ അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ലഗേജ് എവിടെ കയറും? ആ ഫോമുണ്ട് ഫോമുണ്ട് കട്ട് കയറും. ആർന്നാ അവിടെ വെക്കണം. അടി കേറ്റി പൈസ അത് മുന്നേ വെക്കണം. इस चीज के लिए पैसे चाहिए 1000 ना चाहिए जो हाँ? ये देगा ना പേപ്പർ അതെ ഈ ഫോം വെക്കി അത് വെച്ചാൽ ഇത് കയറ്റി ആദ്യം വണ്ടി കയറ്റി. ഫോം ഏറ്റുമല്ലോ. ये बाइक किसका है? इनका ये मोटू मोटू पतलू का है, मोटू पतलू. ये बड़ा करना बड़ा. उतना नहीं वो उतना आड़े तो കേറിയടാ കേറി ദൈവങ്ങളെ. ഇതിൽ ലഗേജ് അവിടെ കയറ്റും അത് പറ. ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ നിന്നൊന്നും സ്പേസ് ഉണ്ടോ? भाई भाई इसके अंदर 5 बैग भी आएगा. आएगा आएगा. അടിയിലൊക്കെ बैग तो नीचे आएगा ना. ആദ്യം ആദ്യം स्पेस मिलेगा. गार्डन മുട്ടിന്നുള്ളൂ അത് പഠിക്കണ്ട. बस 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 गार्ड थोड़ा स्क्रैच होगा. आपने बोला एक भी स्क्रैच नहीं आएगा. अच्छा ये स्क्रैच नहीं होना चाहिए. टैंकी स्क्रैच नहीं होना चाहिए. गार्ड वगैरह चेंज हो जाएगा. टैंकी चेंज हो जाएगा. टैंकी कितना का है? ओ महंगा है महंगा है टैंकी कितना का है? महंगा है महंगा है. हेलो बोलो आजा ना. हाँ आजा नहीं जी चलो चलो കേറാൻ പറ്റും പറഞ്ഞു കേറും പറഞ്ഞു. हाँ? क्या बोल रहे हो? आपको वीडियो में वायरल कर दूंगा. വണ്ടിയോടുള്ള ക്രൂരത അല്ലാതെ ഇതിന് എന്താണ് പറയുക? അവനൊന്ന് താഴെ ഇറങ്ങി നിന്നൂടെ എന്ന ചോദ്യം എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഇവരുടെ ഈ പ്രവൃത്തിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ വേറെ വഴിയില്ല. ഇനി അവരെങ്ങാനും പോയാൽ നമ്മൾ വിടും. ഞാൻ ഒരു മാസം കൂടി ഏണ്ടില് വാങ്ങിയില്ലോ. താഴെകൾ വീണ്ടും മാറ്റാൻ പോയി വന്നു എല്ലാം നശിച്ചു. കേരള ടു കേരള അല്ല കേരള ടു ലഡാക്ക്. केरला केरला जा रहे हैं. केरला जाएगा मैं. जाएगा अभी बाइक लेके जाओगे? हाँ तो ये भी आप पे छोड़ लो. ये केरला ड्रॉप करेगा अभी. हाँ हाँ केरला ഞങ്ങളെ വിളിക്കുന്നത്
സേഫ് എക്സ്പ്രസ്സിലെ എങ്ങനെയെങ്കിലും നാളെ ഞങ്ങക്ക് വണ്ടി കയറ്റി തരാൻ പറ്റിയ ഒരു സുഖം. നാളെ തന്നെ കയറ്റി വിടുകയാണെങ്കിൽ പിന്നെ നാളെ കയറ്റില്ല വണ്ടി പാക്കേജ് നിർത്തിട്ടെ മറ്റന്നാൾ കയറ്റിക്കോട്ടെ നമുക്ക്. 4:30 വിളിക്ക്. ഞാൻ വിളിച്ചതാ Bike load choor. ചോറ് പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോ നാളെ രാവിലെ ലേക്ക് കൊണ്ടുപോകും. ठीक है ना अभी आप कल सुबह निकलने के पहले इधर आना, ठीक है, क्योंकि हमारा पैकेज भी है. ठीक है, इधर नंबर वांग. ഒരുവിധം വണ്ടിയുടെ ലോഡിംഗ് പതുക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് 270 കിലോമീറ്റർ ഉണ്ട് ലേ ടൗണിലേക്ക്. അതിന്റെ ഫോഗ് ലാമ്പ് പൊട്ടിക്കും. കാലെടുക്കാൻ മതി भाई वो फॉग लैम्प है, वो टूटेगा. इधर आ जाओ ना. वहाँ से ये सब नहीं करना, इधर आके देखना. ठीक है? ये रखने को. ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നു കേട്ടോ. എങ്ങനെ ഉണ്ട് എന്നറിയാം. എന്തേലും ഇതാവണമെങ്കിൽ അതുകൊണ്ട് ഇതാവൂലോ. ആവുന്നല്ലേ? चलो बाय. हाय मिगिला इसमें जा रहा है मिगिला में ये वहां पे ड्रॉप करेगा. നമ്മളൊന്ന് ടെസ്റ്റ് നടത്താൻ പോകണം. എന്താ പോന്നെ हम स्पीड से ऊपर गिना तू बाय गाड़ी का कुछ कोई प्रॉब्लम नहीं हमको प्रॉब्लम होगा. അങ്ങനെ വണ്ടിയുടെ ലോഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ചെക്ക് ചെയ്യാണ് വണ്ടി ടൈ ചെയ്തത് ഓക്കെ ആണോ എന്നുള്ളത്. ഇവിടെ നിന്ന് 270 കിലോമീറ്റർ ഉണ്ട് ലേ ടൗണിലോട്ട്. സോ നാളെ ആയിരിക്കും നമ്മുടെ യാത്ര തുടരുക. ലേ ടൗണിൽ ചെന്നിട്ട് അവിടെ നിന്ന് വണ്ടി റാപ്പ് ചെയ്ത് കൊറിയർ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ ഹാൻലേ വന്നിട്ട് വണ്ടി കേടായ വണ്ടി ഇങ്ങനെ ലോഡ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. ഈ പുള്ളിക്കാരൻ ബാർഗൈനിങ്ങിന്റെ ഒക്കെ ഒടുവിൽ നമുക്ക് ഫൈനൽ പ്രൈസ് പറഞ്ഞത് 10,500 രൂപയാണ്. നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 270 കിലോമീറ്ററിന് 10,500 രൂപ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. നാട്ടിൽ എന്തായാലും ഇതിനേക്കാൾ ഒരുപാട് മേടിക്കും. അപ്പോൾ ഇനിയുള്ള അപ്ഡേറ്റിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.